ശരി. ഈ 50 റുപ്പീസ് കൊടുത്ത് താങ്കൾക്ക് ലാഭം ഉണ്ടോ ഇല്ലയോ? ഈ 50 റുപ്പീസ് കൊടുത്ത ലാഭം ഉണ്ടോ ഇല്ലയോ? ഇല്ല, ലാഭമില്ലേ. ആങ്ങളാ നേരം എടുത്തത് വീട്ടിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിൽ വരണോ? ബസ് സ്റ്റോപ്പിൽ വരണേ. അതുമ്പോട്ട് നേരെ ബസ്സിനകത്ത് കയറി ചുമ്മാ ബസ്സിനെ കൊണ്ടിറക്കത്തില്ലേ? അപ്പൊ വണ്ടിക്കകത്ത് ടിക്കറ്റ് എടുക്കണോ? ടിക്കറ്റ് എടുക്കണേ. അതുമ്പോട്ട് ടിക്കറ്റ് എടുത്തിട്ട് ചുമ്മാ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേന് ഒന്ന് ഉണ്ണണോ? അപ്പൊ ഈ 50 റുപ്പീസ് കൊടുത്ത് താങ്കൾക്ക് ലാഭം ഉണ്ടോ ഇല്ലയോ? ഇല്ലേ, ലാഭമില്ലേ. ആങ്ങളാ നേരം കൊടുത്തതല്ല കെട്ടിപ്പൊതിഞ്ഞ് തലേച്ചൊന്ന് നടന്നാൽ ലാഭം വേണ്ടേ? അപ്പൊ ഈ 50 റുപ്പീസ് കൊടുത്ത ലാഭം ഉണ്ടോ ഇല്ല എനിക്ക് ഇപ്പൊ അറിയണം. പറ. എനിക്ക് വല്ല പറയാനുള്ള സമയം നിങ്ങൾ തരാത്തത്. ശരി, ഇതെന്തോന്നിത്? അല്ല, ഇതപ്പ തുടങ്ങിയത് കുണു 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 കുണാന്ന്. ഇതെന്തൊരു കുണുണിപ്പ്? എന്റെ അടുത്താണ് അവളെ കളി. നമ്മളെല്ലാം പെണ്ണുങ്ങൾ തന്നെ. അല്ല, പെണ്ണുങ്ങളെ കാണുന്നവര് തന്നെ. കണ്ടു കഴിഞ്ഞാൽ നെത്തോലിയിൽ അത്ര ഉള്ളു കാണിക്കണത് താടകര സ്വഭാവം. കണ്ടില്ലേ നീർക്കോലി നയിച്ചിട്ട മാതിരി വന്ന് നിക്കണം. എന്ത് പറഞ്ഞാലും അവളാ നാക്കി കൂരു, അവളാ കെണ്ട വാക്കരിക്ക് പെണ്ണാ വലിച്ചെറിയാൻ അവിടെ ചെവരി തേച്ച് ഒട്ടിക്കളയും. നിനക്ക് വേണമെങ്കിൽ ഇട്, കുറെ നേരത്തെ ഞാൻ സഹിക്കേണ്. അങ്ങനെയുള്ള ഇത് കാറ്റോണ്ടിക്കണ ആണുങ്ങൾ വേറെ കാണും. പക്ഷെ നമ്മൾ ആ ടൈപ്പ് അല്ല. വന്ന് കയറിയേക്കണ ഈ നീളത്തിനാണ് കൊടുത്തേക്കണ നാക്ക്. പഞ്ചായത്ത് ഏരിയ എന്ന് വിചാരിച്ചാ ഇത്തിരി ഡീസന്റ് എന്ന് കരുതി. ഇത് വെറും കൂതറായിപ്പോയി. കളി നേടും കയറിയേക്കണേ. പറഞ്ഞോ മോനെ, പറഞ്ഞോടാ. ആൾക്കാര് ഇല്ലടാ, ഇല്ല. നിന്നെ ദൈവം അനുഗ്രഹിക്കും മോനെ. ഇല്ല ഈ ചേച്ചി നിന്നെ ഒരാങ്ങളുടെ സ്ഥാനത്ത് മോനെ കണ്ടേ കേട്ടോ. എന്നേടാ നീ ഇത്രയും പറഞ്ഞേ? നിനക്ക് നീ നന്നാവൂടാ, നീ നന്നാവും. സോറി മോനെ, ഞാൻ സ്നേഹം കൊണ്ട് ചോദിക്കുക, ഈ 50 റുപ്പീസിന് കൊടുത്ത ലാഭം ഉണ്ടോ ഇല്ലയോ? നിനക്ക് വേണോ? ഉറിഞ്ചു കുത്തറിയാടി വച്ച് കാറ്റി കളയും ഞാൻ. ഇനി ഞാൻ എന്റെ തനി നിന്നെക്കാല് തറയാവും ഞാൻ. വേണോ നിനക്ക്? എന്നാ എടുത്തിട്ട് എന്റെ കാശെടു. എന്തോന്നു പിന്നെ സത്യം പറഞ്ഞ ഒരു കസ്റ്റമർ എന്റെ മുഖത്ത് നോക്കി ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി 50 റുപ്പീസിന് കൊടുക്കുന്ന പരിപാടിയില്ല. ഇനി കൊടുക്കത്തില്ല. അത്രേ ഉള്ളു. നിങ്ങൾക്കും അങ്ങനെ തരുന്നുള്ളൂ. താങ്ക് യു വെച്ചി. ഇവിടെ ഈ 50 റുപ്പീസ് എന്ന് പറഞ്ഞ എത്ര? 50 രൂപ. നിന്നെ വെട്ടിക്കേറിയ ഞാൻ വിളിക്കിറങ്ങിയാൽ നിങ്ങൾ വെള്ളം കൊണ്ടുവരുമോ? ഞാൻ കുറെ അടുത്ത് മേടിക്കണങ്ങാന്ന് പറയും. നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ പിടി, കാശെടു. 25 രൂപ. എത്തണ 25 രൂപ. 75 കുണുവ.
കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിന്നെ വീടാന്തരം കയറി ഇറങ്ങി ഇവിടെ കൊണ്ട് സാധനം കൊടുത്തപ്പ 25 കുണുവ. ഇല്ല നടക്കില്ല, വേറെ ആളെ തിരക്ക്, സാധനം എടുക്കും. ഇല്ലെന്ന് അതൊക്കെ പണ്ട് പല ആണുങ്ങളും കാണും ഇങ്ങനെ സോപ്പിടില്ല വീടില്ല. നമ്മളാ പരിപാടി ഇല്ല, കാശെടുക്കും. ഇല്ല സംസാരം ഒന്നും വേണ്ട, നിങ്ങൾ സാധനം എടുക്കുക. ഞാൻ പോണു. 25 രൂപയ്ക്ക് പറ്റില്ല. ഇവിടേക്ക് ഇല്ലെന്ന്. ഓ അങ്ങേരി സമ്മതിക്കില്ല. വയ്യാത്ത കൈയാണ്. വയ്യാത്ത കൈയാണ്. കുറെ നേരം കൊണ്ട് ഞാൻ നെത്തോലി നിന്നെ സഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു വയ്യാത്ത കൈയാണ്. വേണം എനക്ക് എന്നെടുത്തില്ല എന്റെ കാശെടു. ഒന്ന് കയറിയേക്കണ്. ഇല്ല കായംകുളത്ത്. കായംകുളം കേട്ടില്ലേ? സ്കൂളിന്റെ മേളില്. അയ്യോ പരിചയമുള്ള കേസാണ്. നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയില്ലേ? കൊച്ചുണ്ണി പരിചയമുണ്ടോ? ഞാൻ കരുതി നിങ്ങൾക്ക് പരിചയം. നിങ്ങൾക്ക് നിങ്ങൾ സാധനം വേണ്ടെങ്കിൽ അയ്യാത്തട് വേണമെങ്കിൽ പോയിട്ട് അതിന്റെ കാശെടു. അഡ്വാൻസ് ഇടും. അഡ്വാൻസ് 10 രൂപ. ആ സമ്മതിച്ചു. എനിക്ക് ഇന്ന് കണക്ക് കൊടുക്കാനുള്ളതാണ് നിങ്ങളെ സംസാരം. ഞാൻ രാവിലെ ഇവിടെ വരും. അഡ്വാൻസ് 10 രൂപ എന്റെ കൈ കിട്ടണം. ഇല്ലെങ്കിൽ സാധനം എടുത്തോണ്ട് ഞാൻ അങ്ങ് പോകും. ഇനി സമയമില്ല. ചേച്ചി ഒന്ന് പൊക്കിത്ത. ഇതൊന്ന് പൊക്കിത്തരാ. ഇറക്കി വയ്ക്കാനേ അറിയാവൂ. നമ്മൾ